ഹായ്. അപ്പോൾ ഇന്ന് സിനിമാ റിവ്യൂവോ പിന്നാമ്പുറ കഥകളോ ഒന്നുമല്ല കേട്ടോ വിഷയം. പകരം സിനിമാ ലോകത്തെ ഒരു വലിയ ശാപം, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കാണെങ്കിലും റെഗുലറായിട്ടാണെങ്കിലും സിനിമ കാണുന്ന നിങ്ങളും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നല്ല സിനിമ ഇറങ്ങിയാൽ കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഞാൻ സത്യത്തിൽ എറണാകുളത്തോ ട്രിവാൻഡ്രത്തോ കോഴിക്കോടോ അല്ല താമസം. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കേട്ടോ ഇത്. അതായത് ഒരു പ്രത്യേക തരം ചതി. ഇതിനെ ചതി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നലെ 2 സിനിമകൾ ഇറങ്ങി. ഒന്ന് തലവര, രണ്ടാമത്തേത് പർദ്ദ. മലയാളം മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന് മലയാളവും രണ്ടാമത്തേത് മലയാളം ഡബ്ഡ് മൂവി. അതിൽ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിച്ചത് പർദ്ദയാണ് കേട്ടോ. പിന്നീട് തലവര ഉച്ചയ്ക്ക് ശേഷം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറയാവുന്നത് കൊടുങ്ങല്ലൂരാണ്. അവിടേക്ക് എനിക്ക് 18 കിലോമീറ്ററേ ഉള്ളൂ. വേണമെങ്കിൽ എറണാകുളത്തേക്ക് പോവാട്ടോ. എന്നാലും കൊടുങ്ങല്ലൂരാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിൽ ചതി എപ്പോഴും സംഭവിക്കുന്നത് ദിലീപ് സിനിമാസ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മളുടെ ഡി സിനിമാസ്. ഇനി അതെങ്ങനെയാണെന്നും കൂടി പറയാം. ഇന്നലെ പർദ്ദയ്ക്ക് ടിക്കറ്റൊന്നും ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് കാണാത്തതുകൊണ്ട് തലവരയ്ക്ക് ബുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നിട്ട് പലതവണ ദുരനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നേരിട്ട് ഡി സിനിമാസിലേക്ക് പോയി. പോകാനൊരു കാരണമുണ്ട് കേട്ടോ. അതായത് ബുക്ക് മൈ ഷോയിൽ 40 ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ നേരിട്ട് ചെന്നപ്പോൾ ഷോ ഇല്ല എന്നും പറഞ്ഞ് എന്നെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു വിട്ടു. 40 സീറ്റ് ബുക്കിംഗ് ഉണ്ടല്ലോ എന്ന് കാണിക്കാനായിട്ട് ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ ഷോ കാണാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കായിരുന്നില്ലേ എന്ന്. ഒന്ന്, തിരക്കിനിടയിൽ അത് മറന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ അതുണ്ടെങ്കിലും അതൊക്കെ ക്യാൻസൽ ആയിപ്പോയി എന്നവർക്ക് ന്യായം പറയാലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ സിനിമയുടെ PROമാരോ സിനിമാ റെപ്പുമാരോ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ക്യാഷ് ഈ തിയേറ്ററുകാർ അടിച്ചു മാറ്റുന്നതാണോ, അതോ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി സിനിമാക്കാർ തന്നെ ഒത്തിരി ബുക്കിംഗ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ട് അവസാന നിമിഷം ക്യാൻസൽ ചെയ്യുന്നതാണോ എന്നുള്ളതാണ്. ഏതായാലും ഒരുമാതിരി പണി തന്നെ ചെയ്തു. ഇനി പർദ്ദ, അതാണെങ്കിൽ ധാരാളം ഇന്റർവ്യൂകൾ കണ്ടു. പിന്നെ 3 സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രമാവുന്ന മൂവി, വ്യത്യസ്തമായ ഒരു യാത്ര കാണിക്കുന്ന മൂവി, ഒപ്പം അനുപമ പരമേശ്വരൻ അഭിനയിക്കാനായിട്ട് തെരഞ്ഞെടുത്ത സിനിമ എന്നുള്ള ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും അത് നല്ലതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ അത് കാണാൻ ആഗ്രഹിച്ചപ്പോൾ തിയേറ്ററുകൾ ഷോ ലിസ്റ്റ് ചെയ്യുന്നു. പിന്നെ നോക്കുമ്പോൾ കാണാനില്ലാത്ത അവസ്ഥ. സത്യത്തിൽ എനിക്ക് തോന്നിയത് സിനിമാക്കാരും തിയേറ്ററുകാരും തമ്മിലുള്ള ഒരു പിടിവലിയായിട്ടാണ്. അതായത് ഇങ്ങനെ വരവും പോക്കും സംഭവിച്ചത് കൊടുങ്ങല്ലൂര് മാത്രമല്ല, എറണാകുളത്തും, അതും ഒന്നിലധികം തിയേറ്ററുകളിലും ഇത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാനൊക്കെ വനിതാ വിനീതയിൽ പോയി ഫ്രീ പാസ് വാങ്ങി സിനിമ കാണുന്ന ഒരാളല്ല. അതുകൊണ്ട് ഫ്രീ ടിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് ഈ സിനിമാക്കാരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയാനുള്ളത്, കേരളത്തിൽ മിനിമം ഒരു 3 സ്ഥലത്തെങ്കിലും, അതായത് പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലെങ്കിലും ഷുവർ ഷോ എന്ന് ലിസ്റ്റ് ചെയ്ത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷോ നടത്താൻ തയ്യാറാവണം എന്നുള്ളതാണ്. അല്ലാതെ ഒരുമാതിരി ഇത്ര പേരുണ്ടെങ്കിലേ ഷോ നടത്തൂ എന്നുള്ള ലൂപ്പോള് വെച്ച് ആളുകളെ മണ്ടന്മാരാക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പിടിച്ചിരിക്കുന്ന ചിത്രം അത് നല്ലതാണ് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, പിന്നെ പ്രൊഡ്യൂസറുടെ പണവും വാങ്ങി സ്വന്തം ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒരു സിനിമ പിടിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. സിനിമ കാണുന്ന സമയം മാത്രമല്ല, അവിടേക്ക് യാത്ര ചെയ്യുന്ന സമയം, യാത്രാ ചെലവ്, ഇതെല്ലാം. ഇനി നീയൊക്കെ സിനിമ കാണണം എന്ന് ആർക്കാ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ കാര്യം, പുച്ഛം. അത്രയേ ഉള്ളൂ. കാരണം പടം കാണാൻ വേണ്ടിയാണ് ഇറക്കുന്നത്. അത് കാണണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്.